ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കടയാണ് കേട്ടോ. അതേപോലെ ലേഡീസിനും അതുപോലെ കിഡ്സിനൊക്കെ വളരെ ക്രേസ് ഉള്ളൊരു കടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ക്രേസ് ആട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. അതപ്പോൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ കട കണ്ടപ്പോൾ കയറിയതാണ്. നല്ല ടെഡി ബിയേഴ്സ്, അതുപോലെ കുട്ടികളുടെ ടോയ്സും, അതുപോലെ നമ്മൾ കിടക്കുന്ന കിടക്ക, ബെഡ്, അതുപോലെ പില്ലോസ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ചവിട്ടി, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ എല്ലാം ചീപ്പ് റേറ്റ് ആയിട്ടാണ്, എല്ലാം വളരെ കുറഞ്ഞ റേറ്റിലാണ്. ഇത് ഇവരെന്നെ ഉണ്ടാക്കുന്നതാട്ടോ. ഇവരിവിടെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഈ കവറും കാര്യങ്ങളൊക്കെ അവർക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. പക്ഷേ നല്ല ഈ കടക്കയിലും ബെഡിലും അതുപോലെ പില്ലോസിലൊക്കെ നടക്കുന്നത് കോട്ടൻ്റെ വൂൾ തന്നെയാണ്. അത് അല്ലാത്തത് ഈ ടോയ്സിലൊക്കെ നടക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളാട്ടോ. നോർമൽ ഇതാണ്, നമ്മൾ സാധാ മേടിക്കുന്ന അങ്ങനത്തെ പോലെ തന്നെയാണ്. ചീപ്പായിട്ടാണ് ഇവരിത് കൊടുക്കുന്നത് കേട്ടോ. ചീപ്പ് റേറ്റാണ്. അപ്പോൾ ഇവർക്കിത് ഇവിടുന്ന് തിരുപ്പൂർ, അതുപോലെ ഈരോട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ കവറുകൾ വരുന്നത്. എന്നിട്ട് ഈ പഞ്ഞി ഇവർ നിറക്കുന്നതാട്ടോ. ഈ ബെഡിലും പില്ലോയിലൊക്കെ നിറക്കുന്നത് കോട്ടൻ്റെ പഞ്ഞി തന്നെയാണ്. നല്ല രസമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അല്ലൂസിന് ഈ ടോയ്സൊക്കെ കണ്ടിട്ടേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനക്ക് സെലക്ട് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്നുള്ളത് ആകെ കൺഫ്യൂഷനാട്ടോ. അപ്പോൾ ഈ ചവിട്ടികളൊക്കെ, ഈ കാണുന്ന ചവിട്ടികൾക്കൊക്കെ 50 രൂപ 60 രൂപയൊക്കെ ഉള്ളൂ റേറ്റ് വരുന്നത് കേട്ടോ. ഇവർ തന്നെ ഇവിടെ തയ്ക്കണതും ഈ വേസ്റ്റ് തുണികളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇവിടുന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതിന് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ അവർ 50 രൂപയാണ് അതിന് പറഞ്ഞത്. 45 രൂപക്കൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 40, 45, 30 അവർ തരും. ഇവരെന്നെ ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ബൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാട്ടോ. വീടിനോട് ചേർന്നിട്ട് ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ടാണ്. റോഡ് സൈഡിലാവുകൊണ്ട് നല്ല കച്ചവടം കിട്ടും. അപ്പോൾ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡൊക്കെ കെട്ടിയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇത് നടക്കുന്ന സ്ഥലവും ഇവർ തന്നെ ചെയ്യണം കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ചേർന്നിട്ടാണ് ഇവരിത് ബിസിനസ് ചെയ്യുന്നത്. ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നമുക്ക് എത്ര റേറ്റ് കുറഞ്ഞിട്ട് ചോദിച്ചാലും അവർ തരും. ബിസിനസ്സാണല്ലോ മെയിൻ. അതൊക്കെ ചെറിയ മുടക്ക് മുതലിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. Sitting in the basement apartment I rented with you, remembering the holiday party we had with the crew. Romeo was roaming the garden. ആ ചേച്ചി ഉണ്ട്, ചേച്ചി കിട്ടും. ഇത് അവരുണ്ടാക്കുന്നത് കണ്ടോ. ഇതാ കണ്ടത് ഇവര് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അതെല്ലാം എംറ്റിയാണ്. ഇതെല്ലാം ഇവര് നിറക്കും. കണ്ടോ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ സംഭവം. കണ്ടോ, ഇതിൽ അവർ നിറക്കുന്നതാണ്, പഞ്ഞി നിറക്കുന്നതാണ്. അത് കണ്ട ചേച്ചി കാണിച്ചാ നല്ല ബോബോ. ഇത് കണ്ട, എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനത്തെ ടെഡി ബിയേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്വന്തമായിട്ടാണ് അല്ലേ, ആര് സ്വന്തമായിട്ടല്ലേ ചെയ്യണേ? നമ്മ അല്ലേ വാങ്ങരുത്. ഇത് ഇങ്ങനെ ലൂസായിട്ട് കിട്ടുന്നതാണോ നിങ്ങൾക്ക്? പഞ്ച് വെച്ചിട്ടില്ല. ഇത് എങ്കിരുന്ന് വരുത്? இது பெங்களூர் இந்த மாதிரி வருது. ஈரோட்ல இந்திக்காரங்க வாங்கிட்டு வந்து சேல். ஈரோட்ல இது கிடைக்கும்? ஈரோட்ல ஓ, அவங்க வந்து வெளியில இருந்து வாங்கிட்டு வந்துரும். ഓക്കേ. നല്ല ഭംഗിയുള്ള കളർ. നല്ല ഭംഗിയുള്ള കളറുകളുണ്ട്. ഇതൊക്കെ എന്ന റേറ്റ് വരുത്?
இது வந்து நம்மளுக்கு 150 இந்த மாதிரி வந்துச்சுன்னா நம்ம பஞ்சு பில் பண்ணி பஞ்சு போக நம்மளுக்கு ஒரு 20 ரூபாய் 30 இது மாதிரி கிடைக்கும். അത്ര பெருசா இருந்தா 50 100 இந்த மாதிரி ഒക്കെ വരും അല്ലേ? உங்களுக்கு இந்த மாதிரி വരും. நம்ம പഞ്ച് കണ്ടത് നല്ല ഭംഗിയുണ്ട്. കണ്ട இந்த மாதிரி നമുക്ക് ഇതൊന്ന് നിറച്ചിട്ട് മേടിക്കാട്ടെ. ഇവരെയൊക്കെ ഒന്ന് ഇതൊന്ന് നമുക്ക് നിറച്ചിട്ട് മേടിക്കാം. ഇത് ഫിൽ പണിക്കണം. പഞ്ചുകൾ ഓക്കെ. பிளாஸ்டிக் ஆனா பஞ்சு வந்து பிளாஸ்டிக் பஞ்சு தான். அது மாதிரி அது ரெக்ரான் ரிலையன்ஸ் பஞ்சு. இது ரெக்ரான் சொல்லுவாங்க ஒரிஜினல். உங்களுக்கு அதுலயே பிக்கிற மாதிரி ரேட் கம்மியில கூட இருக்கு. அந்த மாதிரி வாங்குறதுல அது நம்ம பிச்சிட்டு இருக்கோம்னுங்க. இது வந்து இங்க கொண்டு வந்து கொடுத்துறாங்க. அவங்க வாங்கிங்க ஆட்டோல போட்டு கொண்டு வந்து. ஆனா திருப்பூர் சைடுன்னு தான் வாங்குறாங்க. திருப்பூர் சைடு தான். ஓகே. இதெல்லாம் என்ன ரேட் வரும் உங்களுக்கு? இது வந்து 220 ரூபா ஒரு பீஸ். 220 ரூபா இருந்துச்சுன்னா நம்ம பஞ்சு ஒரு 30 ரூபா 40 ரூபா பஞ்சு பிடிச்சுன்னா நம்ம ஒரு 20 ரூபா 30 ரூபா 40 ரூபா வச்சு விட்டுக்கலாம். அந்த மாதிரி இப்ப இது 300 கொடுப்பாரு. அதுலயே பீஸ் இன்னொன்னு அந்த பரிமாறிக்கிறது அங்க காமிச்சுல அது 150 வரும். நான் பஞ்சு வச்சு 220 ரூபாய் 200 ரூபாய்க்கு கொடுத்துருவோம். ஒவ்வொருத்தரும் 20 ரூபா 10 ரூபா குறைச்சு கேட்பாங்க. அந்த மாதிரி எப்படி வியாபாரம் பரவாயில்லையா? வியாபாரம் ஓரளவுக்கான கடை நிறைய வந்துருச்சு. அதுக்கு முன்னாடி கடை கம்மியா தான் இருந்துச்சு. ஒரு 2 கடை 3 கடை இப்ப எல்லாம் நிறைய கடை இருக்கு. அது பயங்கர இது வீடுதான். வீடுதான். அது வீடு. சொந்த வீடுதான். சொந்த வீடு തന്നെ താമസം വീടുதான். വാടകയ്ക്കെല്ലാം ഇരുന്ന് സമ്മതിക്കും. ഇവർക്ക് ഇവിടെ സ്വന്തം ആവുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരുപാട് കടകൾ ഉണ്ടാവുകൊണ്ട് ഇപ്പൊ കുറച്ച് കമ്മിയാണെന്നാണ് അവർ പറയുന്നത്. இந்த மாதிரி பீஸ் வந்துச்சுன்னா கம்மியா வரும். ரேட் அதிகமா வரும். அந்த மாதிரி வந்தா ரேட் கம்மியா வரும். பரிமாறி இருந்துச்சுன்னா ഇങ്ങനത്തത് കമ്മിയായ ഇങ്ങനത്തെ ഇതാണെന്നുണ്ടെങ്കിൽ കമ്മിയായിരിക്കും. പക്ഷെ ഇത് ഈ തുണിയാണ്ടോ? ഈ തുണിയാണ്ടോ? இந்த பீஸ் வந்து 180 190. അതാ ഇത് 190 പീസ്. ഇതേ ക്ലോത്ത് ആയിരുന്ന കുറച്ച് റേറ്റ് കൂടുന്നാണ് അവര് പറയുന്നത്. ரேட் அதிகம் வரும். ഓക്കെ. ഇനി ഇതിനൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിന് നമ്മൾ ബാക്കില് ഷിബ് സ്റ്റിച്ച് ചെയ്താ കഴിഞ്ഞു. இல்லனா இந்த மாதிரி ஸ்டிட்ச் பண்ணிக்கலாம். ഓക്കെ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഒന്നല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാ അല്ലെങ്കിൽ ഷിബ് വെച്ചാൽ ഇത് ഓക്കെ. കണ്ട സൂപ്പർ. ഓക്കെ. അങ്ങനെ നമ്മൾ പോരാൻ നേരത്തെ അല്ലൂസിന് ഒരു കുഞ്ഞു പില്ലോയും അതുപോലെ ഒരു ക്ലോത്തിന്റെ തന്നെ ഒരു ചെറിയ ബോളും മേടിച്ചു കേട്ടോ. പില്ലോക്കൊക്കെ 60 രൂപയാണ് അവര് പറഞ്ഞത്. അപ്പം നമ്മൾ ചെറിയൊരു പില്ലോയും മേടിച്ചു. അത് റെഡ് കളറാട്ടോ മേടിച്ചത്. അപ്പോൾ റോസാണ് അവരെടുത്ത് തന്നത്. എന്നിട്ട് നമ്മളത് റെഡ് മാറ്റി മേടിച്ചു കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിലേ മേടിച്ചോളൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിട്ട്